സാധനമുണ്ട്, ഞാനത് പിടിക്കാം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തന്നെ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കണ്ട വാക്കുകൾ കൊണ്ട് മായാജാലം തീർക്കുന്ന ഒരു മായാജാലക്കാരനാണ് മിസ്റ്റർ രമേശ് പിഷാരടി എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിട്ടുണ്ട്. PT തോമസ് എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡിന്റെ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും ചിന്തിപ്പിക്കാനും അതിന്റെ കൂടെ തന്നെ ഒത്തിരി ചിരിപ്പിക്കാനുമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രമേശ് പിഷാരടിയെ. ഇതിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരുടെയും പേരുകൾ എനിക്ക് മുമ്പ് സംസാരിച്ചവർ ആവർത്തിച്ചതുകൊണ്ട് ഞാനും കൂടി അത് ആവർത്തിച്ച് നമ്മുടെ സമയം അപഹരിക്കുന്നില്ല. എല്ലാവരും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, പ്രിയപ്പെട്ടവർ. ഈ ചില ജ്വല്ലറിയിലൊക്കെ പോകുമ്പോഴേ നമ്മളവിടെ ചെന്ന് കയറിക്കേണ്ടതിന് ഒരു നാരായണമുണ്ടോ, നമ്മളിത് പേടിച്ച് കുടിക്കും. പിന്നെ ഈ സ്വർണ്ണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ നാരങ്ങ കുടിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ എങ്ങനെ ഇറങ്ങി പോകും എന്നുള്ളത് നമ്മളവിടെ സ്വർണ്ണം മേടിക്കും. ഇതൊരു ബാധ്യതയാണ്. സംഗതി നിങ്ങൾ കൈയടിയാണോ ഉദ്ദേശിച്ചത്? കൈയടി GST ഏർപ്പെടുത്തിയിട്ടില്ലാത്തൊരു സാധനമാണ്. അത് ഞാൻ കഴിക്കണമെന്നാണ്. അപ്പോ ഈ നാരങ്ങ കുടിച്ചതിന്റെ പേര് സ്വർണം മേടിക്കുന്നു പറഞ്ഞ പോലെ എനിക്ക് മുന്നേ പറഞ്ഞു പോയവരെന്തായാലും ഞാൻ ഇനി കുറെ ചിന്തിപ്പിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഭാരമെടുത്ത് എന്റെ തോളത്ത് വെച്ച് തന്നെയൊക്കെയാണ് ഞാൻ വിദ്യാഭ്യാസത്തെ കുറിച്ചും ആധുനിക ലോകത്തെ കുറിച്ചും ആഗോളതന്ത്രത്തെ കുറിച്ചും ഒക്കെ പ്രസംഗിക്കാൻ തയ്യാറായിട്ടായിരുന്നു വന്നത്. പക്ഷെ ഇത് ആരും പറയുകയില്ല എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും മുമ്പത്തേതിന് മുമ്പ് ഈ ഒരു ചടങ്ങ് ഒരു ഡേറ്റ് വെച്ചു. അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ഈ ഡേറ്റ് മാറ്റി. മുമ്പത്തേക്ക് വിളിക്കുമ്പോഴുള്ള ഒരു കാര്യം, അവര് നമ്മളെ നേതൃത്വം നൽകുന്ന ആളുകളൊക്കെയാണ്. നമ്മൾ പക്ഷെ ചില വിളികൾ അത്തരത്തിലുള്ള അധികാരം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല സ്വീകരിക്കുന്നത്. ചില ക്ഷണങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് അവർ നമ്മുടെ പുറത്തൊരു ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു. അത് അധികാരത്തിന്റെ ആധിപത്യമല്ല, അതൊരു സ്നേഹത്തിന്റെ ആധിപത്യമാണ്. സ്നേഹാധിപത്യം എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ പേര് നിരസിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പാടാണ്. മാത്രമല്ല, നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? ആളുകൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ഥലത്തെത്തുക എന്ന് പറയുന്നത് നമ്മുടെ അതിനേക്കാളും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഈ പ്രദേശത്തെ 1000-1500 കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് വരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതിനെ ക്ഷണിച്ചതിന് ചേച്ചിയോടും ഇവിടെയുള്ള ഓരോരുത്തരോടും എൻ്റെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മൾ ചെറുതായിരുന്നപ്പോൾ നമ്മളോട് ചിലപ്പോൾ വീട്ടിലുള്ള ആളുകളൊന്ന് ഒന്ന് അടുത്തുള്ള കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാ എന്നെങ്കിലും പറയും. ഇപ്പൊ പക്ഷെ കുട്ടികളോട് അങ്ങനെ അച്ഛനമ്മമാരൊന്നും കടയിൽ പോകണമെന്ന് പോലും ആവശ്യപ്പെടാറില്ല. പഠിക്കുക, മറ്റെന്തെങ്കിലും ഒരു ആവശ്യം ആരോടെങ്കിലും പറയുന്നതായി ഞാൻ ഇപ്പോൾ അധികം കേൾക്കാറില്ല. ഭൂരിപക്ഷം കുട്ടികളും പഠിക്കുക. അവരൊരു 2-3 വയസ്സിൽ തുടങ്ങുന്ന പഠനം, അതിനുശേഷം ഒരു 10ാം ക്ലാസ്സോ പ്രൊഫഷണൽ കോഴ്സുകൾ കഴിഞ്ഞ് 20-23 വയസ്സ് വരെയൊക്കെ നീളുന്നുണ്ട് പല പഠനങ്ങൾ. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ഇത്രയും കാലം മാറ്റി വെച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടിയോട് നിങ്ങളുടെ ഈ കഴിഞ്ഞ 10-20 വർഷങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ച 10-20 വർഷങ്ങളിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു 4-5 ദിവസങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഒരു റെഗുലർ ഡേയ്സ് ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളില്ല. അത് അവർ മറന്നുപോകും. അത് യൂത്ത് ഫെസ്റ്റിവലായിരിക്കും, ടൂർ പോയ ദിവസമായിരിക്കും, നമ്മൾ ഇന്ന് ഇവിടെ ഇതുപോലെ കൂടി ഇവർ ആദരിക്കപ്പെടുന്ന ദിവസങ്ങളായിരിക്കും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ 10,500-ലധികം വരുന്ന കുട്ടികളുടെ അവരുടെ അധ്യയന കാലഘട്ടത്തെ പറ്റിയുള്ള ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ എൻ്റെ കൂടി പേരെഴുതി ചേർക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. വലിയ സന്തോഷം ഈ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളത്. എല്ലാവരും പലതരത്തിൽ നമ്മളെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നമ്മുടെ ഹാർട്ട് വോട്ട് മേടിച്ചിട്ടുള്ളത് എല്ലാവരും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെയൊക്കെ ഒരു യാത്ര, ഇവരുടെയൊക്കെ അധ്വാനം, ഇവരുടെയൊക്കെ ഒരു ടൈം മാനേജ്മെന്റ്, ഓരോ സ്ഥലങ്ങളിൽ വ്യത്യസ്ത ആശയങ്ങൾക്ക് എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ ആളുകളോട് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ കുറിച്ചുള്ള സംസാരിക്കൽ തുടങ്ങി ഇതിനെല്ലാമുള്ള സമയം കണ്ടെത്താനും ഒക്കെ ഇവർ മാറ്റിവെക്കുന്നത് വലിയ പ്രയോജനമുള്ളൊരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും തുല്യമായി വീതിക്കപ്പെട്ട് നൽകിയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് സമയമാണ്. എല്ലാവർക്കും 24 മണിക്കൂറുള്ള ഒരു ദിവസം, ഏതെങ്കിലും ഒരാൾക്ക് 23 മണിക്കൂറോ 24 മണിക്കൂറോ ഒന്നുമില്ല. പൊതുവെ നമ്മൾ ആലോചിച്ചാൽ എന്താണ്, വിജയിച്ചവന്റെയും പരാജയപ്പെട്ടവന്റെയും ഒക്കെ ഇഷ്ടാനിഷ്ടങ്ങൾ എപ്പോഴും ഒന്ന് തന്നെയാണ്. ആർക്കും വെളുപ്പിന് 5 മണിക്ക് എണീക്കാനൊന്നും ഇഷ്ടമൊന്നുമല്ല. അല്ലാതെ പരാജയപ്പെട്ടവനെ പക്ഷം വിജയിച്ചവൻ 5 മണിക്ക് എണീക്കാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ പരാജയം പറ്റിയ ആൾ 5 മണിക്ക് എണീക്കുന്നില്ല.
കട്ടിലിന് എണീറ്റാലും ചിലപ്പോൾ 25 മിനിറ്റ് കൂടെ അവിടെ തന്നെ കിടക്കും. ചെയ്യുന്നുണ്ട് ആൾ 5 മണിക്ക് തന്നെ എണീക്കും പോവും. അപ്പം ഇഷ്ടങ്ങൾ വ്യത്യാസമായതുകൊണ്ടല്ല, തീരുമാനങ്ങൾ വ്യത്യസ്തമാകുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. പലപ്പോഴും ഒരു സംഗീത കോളേജിൽ നിന്നും ഒരേ കോഴ്സ് പാസ്സായി ഒരേ മാർക്ക് മേടിച്ചൊരു എല്ലാ കൊല്ലവും കുറെ സംഗീത വിദ്വാൻമാരിറങ്ങുന്നു. ലോ കോളേജിൽ നിന്ന് വക്കീലന്മാരിറങ്ങുന്നു, മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാരിറങ്ങുന്നു, ഇവരൊക്കെ ഇറങ്ങുന്നു, എഞ്ചിനീയർമാരിറങ്ങുന്നു. ഇവരൊക്കെ ഇറങ്ങി ഇപ്പൊ എല്ലാവരും A+ ഒക്കെയാണ്. നമ്മളൊരു 15 കൊല്ലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ വിഷയങ്ങളാണ് പഠിച്ചത്, എല്ലാവർക്കും ഒരേ മാർക്കാണ്. പക്ഷെ ഇവരുടെ എല്ലാം കരിയർ പലപ്പോഴും നമ്മുടെ എല്ലാം തന്നെ കരിയർ പല തട്ടുകളിലായി പോയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഒരുപോലെ അതിന്റെ ജീവിതത്തിൽ മുന്നിലേക്ക് പോകുന്നില്ല. ഒന്ന് സാമൂഹികമായ സാഹചര്യങ്ങളാണ്, മറ്റൊന്ന് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ തീരുമാനങ്ങളാൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വലിയ വലിയ ലോകകാര്യങ്ങൾ അറിയുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുടെ വില ചോദിച്ചാൽ പെട്ടെന്നൊരു സ്കൂളിൽ ഒരു ഫോം വിതരണം ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ വലിയ സിനിമാ താരങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ പോസ്റ്റ് ഇടും. അച്ഛൻ്റെ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒരു കോളം അതിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ വിളിച്ച് ചോദിക്കേണ്ടത് പൂരിപ്പിക്കാൻ പലർക്കും പറ്റാത്ത സാഹചര്യം അതിനകത്തുണ്ട്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളോട് നമ്മൾ വളരെ അകന്നാണ് നിൽക്കുന്നത്, അകലുള്ള കാര്യങ്ങളോട് നമ്മൾ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ വേണുസാർ AI കുറിച്ച് പറഞ്ഞു. AI എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. അതിനോടൊപ്പം തന്നെ ഇപ്പം EI എന്നൊരു വാക്കുണ്ട്, അത് ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. നമ്മൾ പുലർത്തേണ്ട വളരെ ചെറിയ കാര്യങ്ങളെ പോലും വൈകാരികമായും നമുക്കിടെ പേഴ്സണൽ കാര്യങ്ങളായി എടുത്തുമെല്ലാം പല കുട്ടികളും പല ആൾക്കാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ അമ്മയുടെ തോളത്തൊക്കെ കിടക്കുമ്പോൾ ബാക്കിൽ നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ബസ്സിലേക്ക് നമ്മുടെ ഫ്രണ്ടിലെ സീറ്റിൽ ചില അമ്മമാരും നമ്മൾ കുഞ്ഞുങ്ങളുടെ മുഖം ഭയങ്കര ഇഷ്ടമാകുന്നൊക്കെ. ഇപ്പൊ 2 വയസ്സുള്ള പിള്ളേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത് പലരെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അത്രയൊന്നും ഗൗരവമായിട്ട് ഉള്ള പ്രശ്നങ്ങളില്ല. നമ്മൾ പുതിയ കാലം ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. പുതിയ കാലമൊക്കെ അടിപൊളിയാണ്. എല്ലാം ഫോണാണെങ്കിലും ശരി, വണ്ടിയാണെങ്കിലും ശരി, നമ്മുടെ ഏത് സാധനമാണെങ്കിലും ശരി, ഏറ്റവും പുതുതായി ഇറങ്ങുന്ന മോഡലാണ്, ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ടുള്ളതും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും. അപ്പം സ്വാഭാവികമായും ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെക്കാളൊക്കെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ചിന്തകളുള്ള ആളുകളാണ് ഇന്ന് A+ വാങ്ങിച്ചു വന്നിട്ടുള്ള ഓരോ കുട്ടികളും. അപ്പം ഇന്നത്തെ ഒരു പൗരന്മാരും തലമുറയും ചേർന്ന് നാളത്തെ ഈ നാട്ടിനെ നയിക്കേണ്ട ആളുകളെ ആദരിക്കുന്ന ചടങ്ങെന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ രസമുള്ള ഒരു ചടങ്ങാണ്. ഞാനിപ്പോൾ ഇത്ര സമ്മാനങ്ങളോട് ഞാൻ സുദീർഘമായി സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മഞ്ജുവും ടോമും എല്ലാവരും ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കൾ, വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. ചില സമ്മാനങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ പിള്ളേർക്ക് സമ്മാനം കൊടുക്കാൻ പോകുമ്പോൾ ചില മാതാപിതാക്കൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ്. ഞാനൊക്കെ കൊടുക്കുമ്പോൾ, പിന്നെ ഞാൻ കൊടുക്കണില്ല കേട്ടോ, അത്യാവശ്യം വേണ്ട. അപ്പോ ഇവർ നോക്കിയിരിക്കും, ഇവനൊക്കെ 10ൽ എത്ര മാർക്ക് കിട്ടിയപോലെ ആയിരിക്കും, എന്റെ കൊച്ചിന് സമ്മാനം കൊടുക്കാൻ മാത്രം ഉണ്ടോ ഇവൻ എന്ന് ന്യായമായിട്ട് ചിന്തിക്കാമല്ലോ അവര്. കാരണം ഒരു വലിയ IS ഒരാൾ വന്നു എന്നൊക്കെ പറഞ്ഞാൽ ശരി, ഇവന് എങ്ങനെ ഇതിന് കൊടുക്കാനുള്ള ഒരു കാര്യം തോന്നും. അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് പക്ഷെ എന്നേക്കാൾ കൂടുതലായി എന്ത് ചെയ്യുന്ന ആളുകളോടും എനിക്ക് വലിയ ആദരവുള്ള അസൂയുണ്ട്. നന്നായിട്ട് പാടുന്നവരോട്, നന്നായിട്ട് പഠിക്കുന്നവരോട് ഒക്കെ ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു അസൂയ എനിക്ക് പലപ്പോഴും ഉണ്ട്. അപ്പം എനിക്ക് പറ്റാത്തതൊക്കെ ചെയ്യുന്നവരോട് അസൂയ ഉണ്ടെന്ന് വെറുതെ ലഭിച്ചു. അങ്ങനെയാണ് നിനക്ക് എവിടെയെങ്കിലും പോയി ബോംബ് വെച്ച് ആൾക്കാരെ കൊണ്ടുവന്നതോട് നിനക്ക് അസൂയുണ്ടോ? ഞാൻ അതെനിക്ക് പറ്റാത്ത കാര്യമല്ല, ചെയ്യാത്ത കാര്യമാണ്. അതല്ലേ പറ്റാത്ത കാര്യമൊന്നും. ഇത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് പലതും. അത് ചെയ്ത് മുന്നേറി എനിക്ക് ഒരിക്കൽ കൂടി ഇത്ര ആശംസ പറഞ്ഞു. ഇപ്പൊ എന്താ പറയുക, നമ്മള് പലതരത്തില് ഞാൻ മലയാളത്തിനെ പറ്റി ഇപ്പം നമ്മൾ പറഞ്ഞാലേ നമ്മള് ശ്രേഷ്ഠ ഭാഷ പദവിയിട്ടിട്ടുള്ള ഒന്നാണ് മലയാളം. എനിക്കാണെങ്കിൽ എന്തോ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം ഇംഗ്ലീഷ്, ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ മാത്രമുള്ള വിദ്യാഭ്യാസ കുറവ് എനിക്കെതിരെ വരുന്നവർക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല എന്നുകൊണ്ട് അത് പറയാറില്ല. പക്ഷെ ഇംഗ്ലീഷുകാരെ ശരിക്കും ദൈവം പറ്റിച്ചു. 26 അക്ഷരങ്ങൾ കൊടുത്തിട്ടു, മലയാളിക്ക് 50 അക്ഷരങ്ങൾ തന്നു, പള്ളി തന്നു, പുള്ളി തന്നു, ദീർഘം തന്നു, കുനിപ്പ് തന്നു, ലാസ്റ്റ് എണ്ണക്കിടപ്പുന്നതിന് കുറേ അക്ഷരങ്ങളുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്ത എത്രയോ അക്ഷരങ്ങൾ. ഇപ്പം അക്ഷരമാലയെ പോലും നമ്മൾ മറന്നുപോയ സൈസിലുള്ള അക്ഷരങ്ങൾ എത്രയോ കിടക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഇപ്പം സൂര്യനെ ഇംഗ്ലീഷിൽ സണ്ണ് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ. മലയാളത്തിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ അർക്കൻ, ദിവാകരൻ, ജോർജ് ജോസഫ് എന്ത് പറഞ്ഞാലും സൂര്യനാണ്. കണ്ണിന് ഐ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ. മലയാളത്തിൽ അക്ഷി, നേന്ത്രപ്പഴം എന്നൊക്കെ പറഞ്ഞാൽ 10-30 വാക്കുകൾ മലയാളത്തിലുണ്ട്. അത്രയധികം പദധാരാളിത്തമുള്ള ഭാഷ പറഞ്ഞ് ശീലിച്ചവരാണ് നമ്മൾ. മാത്രമല്ല മലയാളത്തിൽ മറ്റൊരു പ്രത്യേകതകളുണ്ട്. മലയാളി തമിഴ്നാട്ടിൽ പോയ തമിഴ് പറയും, ആന്ധ്രയിൽ പോയ തെലുങ്ക് പറയും, കർണാടകത്തിൽ പോയ കന്നഡ പറയും, ചൈനയിൽ പോയ ചൈനീസ് പറയും, ഫ്രാൻസിൽ പോയ ഫ്രാൻസീസും പറയും. പക്ഷേ മലയാളി പറയുന്നത് പോലെ മലയാളം പറയാൻ ഇന്നേ വരെ ഈ ലോകത്ത് മറ്റൊരു ഭാഷക്കാരനും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മലയാള ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പറഞ്ഞ് ശീലിച്ചവരാണ് എന്ന് നമുക്ക്
അഭിമാനിക്കുക. അപ്പം ഇപ്പം വേണു സാറൊക്കെ പറഞ്ഞല്ലോ വിദേശത്ത് പോകുന്നതിനെ കുറിച്ചൊക്കെ, എവിടെ പോയാലും നമ്മുടെ നാട്, നമ്മുടെ ഈ പ്രദേശം, ഈ നാടുകളുള്ള നമ്മുടെ ഒരു സ്നേഹമൊക്കെ മനസ്സിൽ ബാക്കിയാക്കി വെക്കുക, സൂക്ഷിക്കുക. ഇനി ഞാനൊരു അവതാരം എനിക്ക് വേണ്ടി പാട്ട് പാടിയതിനെ കുറിച്ചുള്ള നന്ദി പറയാൻ വിചാരിച്ചിരുന്നതാണ്. അതില്ലാതെ കൊണ്ട് ഞാൻ ഇനി ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി ക്ഷണിച്ചതിന് നന്ദി. എല്ലാ വിജയികൾക്കും ആശംസകൾ ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.